ഇതെന്താ ഈ നേരത്ത് വന്നിരിക്കുന്നേ? എന്താ ഇതൊക്കെ? കാശ് വാങ്ങിയിട്ട് ഒരുപാട് നാളായില്ലേ, എപ്പ തരുമെന്ന് ചോദിക്കാനായിട്ട് വന്നതാ. എന്താ, ഞാൻ വരാൻ പാടില്ലേ? ഈ സമയത്ത് നിങ്ങൾ വരുന്നത് ശരിയല്ല. ഓ, കാശ് വേണമെങ്കിൽ ഏത് സമയത്ത് വേണേലും വരാം. ഇവിടെ നോക്ക, എന്റെ പ്രശ്നം എന്താന്നുള്ളത് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് ശേഷം എങ്ങനെ ജീവിതം തുടങ്ങണമെന്ന് അറിയാതെ നിൽക്കുക ഞാൻ. കൊച്ചു കുട്ടികളാ ഉള്ളത്. ഇപ്പൊ ഉടനെ തന്നെ നിങ്ങളുടെ കട ഞാൻ എങ്ങനെ വീട്ടാനാ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, കടവടയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിന്നോട് തോന്നിയ എന്റെ ആഗ്രഹം നീ തീർത്തതാ. നാട്ടിലെ പ്രമാണിയാണല്ലോ എന്ന് കരുതിയ ബഹുമാനം കാണിച്ച് ഇനിയൊരു വാക്ക് സംസാരിച്ച നാട്ടുകാരെ വിളിച്ചുകൂട്ടി നാണം കെടുത്ത് ഞാൻ ഇറങ്ങി പൊക്കം ഇവിടുന്ന്. പോകാം. നീ വാങ്ങിയ 5 ലക്ഷം കാശിന്റെ പലിശയും ചേർത്ത് 6 ലക്ഷമായി. ആ കാശ് ശരിയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയിക്കോളാം. ഇല്ലെങ്കിലുണ്ടല്ലോ, ഇല്ലെങ്കിൽ കോർട്ടിൽ പോവും. കോർട്ടിൽ പോയി എന്താ സംഭവിക്കാന്നറിയാലോ? നിന്നെ അവർ ജയിലിലയക്കും. നീ ജയിലിൽ പോയാ നിന്റെ പിള്ളേരുടെ ആയിരുന്നു ആലോചിച്ച് നോക്ക്. അങ്ങനെ നീ ജയിലിൽ പോയാലും നിനക്ക് സമാധാനം ഞാൻ തരില്ല. നീ എന്റെ ആഗ്രഹം നിറവേറ്റി തന്നില്ലെങ്കിൽ നിനക്ക് നിന്റെ പിള്ളേരെ എന്നേക്കുമായി നഷ്ടപ്പെടും. ഇത് വെച്ചോ, കടന്നു. നന്നായിട്ട് ആലോചിക്കേ. നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞാൻ, എന്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യരുത്. എന്നെ വെറുതെ വിട്. വാ.